CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടകമ്പാലിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപം പെരുമ്പള്ളി നഗറിൽ താമസിക്കുന്ന അന്നിക്കര സുബ്രഹ്മണ്യൻ അശ്വതി ദമ്പതികളുടെ മകൾ ദേവികയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വാരിയലിന്റെ മുകൾ ഭാഗത്ത് ആഴത്തിൽ പരിക്കേറ്റ കുട്ടിയെ പഴഞ്ഞി കോട്ടോൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. മുറിവിൽ 4 തുന്നലുണ്ട്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ജാതിമത ഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്ശേരി നക്ഷത്രമരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്തു വീട്ടിൽ മോഹനൻ നായർ ഭാര്യ 70 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവ് വിലയിരുത്തി നൽകുന്ന പുരസ്കാരങ്ങളിൽ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി കുന്നംകുളം നഗരസഭ. 2025-26 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ സംസ്ഥാനതലത്തിൽ 3ാം സ്ഥാനവും ശുചിത്വ ഗ്രേഡിംഗിൽ 2ാം സ്ഥാനവുമാണ് നഗരസഭ കരസ്ഥമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനു മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കുറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത്. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലേക്ക് CPM നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 1000-ലേറെ പേർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പാട്ടിന്റെ പട്ടുനൂൽ എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ 8:30 വരെ യൂണിയൻ ഗ്രൗണ്ടിൽ സംഗീത നിശ നടക്കും. 2026-27 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സെമിനാർ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ നിർവഹിച്ചു. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് ജോലി അവസരം നൽകുന്നതിനായി കുന്നംകുളം ബദനി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. പൊന്നിയൂർകുളം ചമ്മനൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. മഹലിൽ 350ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. എളവള്ളി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. CCTV പ്രാദേശികം ചാനലിൽ പൂരമഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19ാം വാർഡ് കരിയന്നൂർ 1ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ഭരണസമിതി 3 ലക്ഷം രൂപ വകയിരുത്തിയതായി വാർഡ് മെമ്പർ NK കബീർ അറിയിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വേനൽക്കാല രോഗങ്ങൾക്കെതിരെ മുന്നൊരുക്കങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വടക്കേകാട് കപ്പളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണിക്ക് തുടക്കമായി. രാത്രി ക്ഷേത്രത്തിന്റെ 21 ദേശങ്ങളിൽ നിന്നും നാട്ടുതാലം എഴുന്നള്ളിക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.